ഇന്ന് UGC നെറ്റിൻ്റെ പേപ്പർ 2 സൈക്കോളജി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അസസ്മെൻറ്റ് ടെസ്റ്റുകളെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ശരിക്കും നിങ്ങൾ നോക്കി പോകേണ്ടതാണ്. ഈ ഒറ്റ ചോദ്യങ്ങളിൽ നിന്ന് ഒരു 10-15 ചോദ്യങ്ങൾ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ സം ആപ്ലിക്കേഷൻസ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്സ്? താഴെ പറയുന്ന ഇതിൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് അത് നോക്കാം. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ ന്യൂറോളജിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്. ഇതിൽ ഏതാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമുക്ക് ആദ്യം തന്നെ പറയാം. ഇതിൽ ഓപ്ഷൻ എ, അതുപോലെ തന്നെ ഓപ്ഷൻ ബി, ഇത് രണ്ടുമാണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ നോക്കാം. ഇവിടെ ചോദ്യം എന്താ? പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഓക്കെ, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് സെലക്ഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ക്ലിനിക്കൽ ഡയഗ്നോസിസിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ന്യൂറോളജിക്കൽ ഡയഗ്നോസിസിലും ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസിലും പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻ എ എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ വിശദമായിട്ട് നോക്കാം. എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ. സാധാരണഗതിയിൽ ഓർഗനൈസേഷനിൽ ഇൻഡസ്ട്രീസിലൊക്കെ ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമുക്ക് സാധാരണഗതിയിൽ ചില പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ഏതൊക്കെ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബിഗ് 5, നിയോ, PI. ഇതിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. PI. അതുപോലെ തന്നെ രണ്ടാമതാണ് NBPI, TI. ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പറയാം, മൂന്നാമത് പറയാം ഹോഗൻ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി. ഈ മൂന്നും സെപ്പറേറ്റ് ചോദ്യങ്ങളായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണ നമ്മൾ എംപ്ലോയ്മെൻറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും അല്ലേ. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാരുതിയുടെ നെക്സയുടെ സ്റ്റോർ റൂമിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന്, അവിടെ ഓഫീസിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഹയർ ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും നമ്മളെ സാലറിയുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അവിടെ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരിക്കും, HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് ആളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂളുകൾ യൂസ് ചെയ്തും, പല ഇൻ്റർവ്യൂവിൽ പല ചോദ്യങ്ങളും ചോദിക്കാറുള്ളത്. അതുപോലെ അതിനു വേണ്ടി പല ടൂളുകളും യൂസ് ചെയ്യും. അതിന് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണഗതിയിൽ എന്തിനൊക്കെയാണ് വേണ്ടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താണ് ഈ വ്യക്തി ഈ ജോബിന് ഫിറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂർ വന്നു, ഒരു ഇൻ്റർവ്യൂ ചെയ്താണ്. ആ സമയത്ത് അയാൾ എന്താണ് അയാളെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്തുകൊണ്ട് അയാളെ ഈ ജോബിന് ഫിറ്റാണോ എന്ന് നോക്കാൻ പറ്റും അല്ലേ. രണ്ടാമത് ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് കാര്യം. ഒരാളെ നേതൃത്വം ഒരു സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് അയാൾക്ക് നേതൃത്വ സ്ഥാനം എന്താണ് പൊസിഷൻ നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയാൻ പറ്റും. മൂന്നാമതാണ് നമുക്ക് പറയാം ഇമോഷണൽ സ്റ്റെബിലിറ്റി. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന വ്യക്തിയാണോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് സന്തോഷിക്കുന്ന, ആളുകളെ കൺവിൻസ് ചെയ്താൽ പെട്ടെന്ന് കൺവിൻസ് ആവുന്ന, ഇമോഷൻസിൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട്, ഈ മോള് പറഞ്ഞ പേഴ്സണാലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടീം വർക്ക് കപ്പാസിറ്റീസ്. അല്ലെങ്കിൽ കാപ്പബിലിറ്റീസ്. ഒരു ടീം വർക്കിന് യോജിച്ച ആളാണോ ഈ വ്യക്തി എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ പറഞ്ഞു. ഇതിൻ്റെ വിശദീകരണം നമുക്ക് ടെസ്റ്റുകൾ ലാസ്റ്റ് ഒന്നിച്ച് എല്ലാ ടെസ്റ്റുകളുടെയും വിശദീകരണം ലാസ്റ്റ് പറയാം. ഇതിവിടെ എന്തൊക്കെയാണ് അവർ നോക്കുക, ഈ ജോലിക്ക് ഫിറ്റ് ആണോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, ടീം വർക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കാം. ഇനി രണ്ടാമത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി, ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ക്ലിനിക്കൽ ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങൾ, മെൻ്റൽ ഇഷ്യൂസ്, മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇവരെന്ത് ചെയ്യും, പലതരത്തിലുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാം. ഓക്കെ, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ്. നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇത് ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. ഇവിടെയൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രീസ് യൂസ് ചെയ്യാം. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് MMPI. വിശദീകരണം ഞാൻ പറയാം, ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള വിശദീകരണം പറയാം. അടുത്തത് 2 MCMI 4. അടുത്തത് പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ്, അതിൽ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. റോഷാക്ക്, ഇങ്ക്ബോട്ട് ടെസ്റ്റ്, തെമറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ അതിൽ വരുന്നുണ്ട്. റോഷാക്ക്, ഇതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, പിന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ,
അങ്ങനെ പലതരത്തിലുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കിൽ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇത് നോക്കാം. ഓക്കെ, നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എഴുതാം. ഓക്കെ, മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്ന് ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തെറാപ്പികൾ ഓരോ ആളുകളുടെയും ഇഷ്യൂസ്, മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് തെറാപ്പി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ തെറാപ്പി യൂസ് ചെയ്യാൻ വേണ്ടി അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏത് തെറാപ്പിയാണ് കൊടുക്കാൻ യൂസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അതിന് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പേഴ്സണാലിറ്റി അസസ് ചെയ്യും. പ്രധാനമായിട്ടും ഒന്ന് ഡീപ്പ് സീറ്റഡ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. രണ്ടാമത് ഡിസൈൻ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ. ഒന്ന് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അനലൈസ് ചെയ്യാൻ, രണ്ടാമത് തെറാപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് പറയാം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അതുപോലെ NPD എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡർ. NPD. സാധാരണഗതിയിൽ ഇത് അനലൈസ് ചെയ്യാനും അസസ് ചെയ്യാനും ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ അനലൈസ് ചെയ്യാനും അസസ് ചെയ്യാനൊക്കെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് കൂടെ നോക്കാം. രണ്ട് തെറ്റുത്തരങ്ങൾ കൂടി ഉണ്ടല്ലോ. ന്യൂറോളജിക്കൽ ഡയഗ്നോസിസ്, ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്, ഇതിലൊന്നും എന്ത് ചെയ്യില്ല, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ശരിക്കും എയും ബി ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈ തെറ്റുത്തരങ്ങൾ കൂടെ നോക്കാം. ന്യൂറോളജിക്കൽ ഡയഗ്നോസിസ്, ഇത് സാധാരണഗതിയിൽ നമ്മൾ ന്യൂറോളജിക്കൽ ഡയഗ്നോസിസിന് നമ്മൾ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലാതെ പേഴ്സണാലിറ്റി അസസ്മെൻ്റ് അല്ല. ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എല്ലാം ഇവിടെ യൂസ് ചെയ്യാം. സാധാരണഗതിയിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ഒരു വ്യക്തിയുടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ സാധാരണഗതിയിൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി, സ്ട്രോക്ക്, ഡെംനീഷ്യ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ജസ്റ്റ് ഇവിടെ എഴുതിത്തരാം. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതായത്
ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി, അതുപോലെ ഡൈമെൻഷ്യ, അതുപോലെ സ്ട്രോക്ക്, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ, ന്യൂറോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുക. മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്ന ചില പ്രത്യേക കണ്ടീഷൻസ് ആണ് ഇത് നോക്കുക. എല്ലാം ഇപ്പോൾ നമുക്ക് സാധാരണ മെമ്മറി, അതുപോലെ തന്നെ ലാംഗ്വേജ്, അത് വിഷ്വൽ സ്പേഷ്യൽ സ്കില്ല്, അതുപോലെ തന്നെ മോട്ടോർ കോർഡിനേഷൻ, ഇതൊക്കെയാണ് സാധാരണ. ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുക. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിലുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടെസ്റ്റാണ് വിസ്ലർ മെമ്മറി സ്കെയിൽ. വേറെ ഒരുപാട് സ്കെയിലുകളുണ്ട്, രണ്ടെണ്ണം പ്രധാനപ്പെട്ട മാത്രമേ എഴുതുന്നുള്ളൂ. ഹാൽസ്റ്റഡ്, റൈത്തൻ, ബാറ്ററി. അങ്ങനെ നമുക്ക് ഒരുപാട് സ്കെയിലുകളുണ്ട്, രണ്ടെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ബ്രെയിൻ ഇഞ്ചുറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിക്കലി ന്യൂറലി ഉള്ള കാര്യങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്. ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസിൽ ഒന്നും യൂസ് ചെയ്യൂല, ഈ പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ഒന്നും യൂസ് ചെയ്യൂല. ഡെവലപ്മെൻറ്റൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പലതരത്തിലുള്ള ഡിസബിലിറ്റീസ്, ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ഫോർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇങ്ങനെയുള്ള മെത്തേഡ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സാധാരണ ഇൻ്റലിജൻസ് ടെസ്റ്റുകളാണ് ഇവിടെ യൂസ് ചെയ്യുക കേട്ടോ. അസസ്മെൻറ്റ് ടെസ്റ്റ് അല്ല, ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. ഇത് ശരിക്കും നോക്കണം. ഇൻ്റലിജൻസ് ടെസ്റ്റ്. അപ്പം 3 തരത്തിലുള്ള ടെസ്റ്റുകൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ, അതുപോലെ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പേഴ്സണാലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, പേഴ്സണാലിറ്റി. ഏതാണ്? എംപ്ലോയ്മെൻറ്റ് സെക്ഷൻ. ഓക്കെ, ആ എംപ്ലോയ്മെൻറ്റ് അത് ഓർഗനൈസേഷനിൽ വരുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് സെക്ഷനിലാണ് ഇത്. HR ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ ഉണ്ടാവും? ഓർഗനൈസേഷനിലുണ്ടാവും. സൈക്കോളജിയെ നമ്മൾ 3ആയിട്ടാണ് സാധാരണഗതിയിൽ ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഇൻഡസ്ട്രിയൽ സൈക്കോളജി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി, അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി. അങ്ങനെ 3 സെഷനാണ്. പല സെഷനുകളുണ്ടെങ്കിലും 3 പഠന മേഖലകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതിൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലാണ് എന്ത് വരുന്നത്?
ഈ HRM ഒക്കെ വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതിലാണ് ഈ എംപ്ലോയ്മെൻറ്റ് സെഷൻ എന്ന് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, അതിൽ എംപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, തൊഴിലാളികളെ സെലക്ട് ചെയ്യുന്നൊരു സെഷൻ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സെഷൻ സെലക്ഷൻ നമുക്ക് രണ്ടും മാറ്റി പറയാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. മറ്റൊന്നാണെന്ത്, ന്യൂറോളജിക്കൽ ഡയഗ്നോസിസ്. ന്യൂറോളജിക്കൽ ഡയഗ്നോസിസിന് നമ്മൾ യൂസ് ചെയ്തത് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ്. ന്യൂറോ സൈക്കോളജിക്കൽ. പിന്നെ അടുത്തത് വരുന്നത് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ആണ്. ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ചോദ്യത്തിൽ 1, 2 ആണ് ശരി ഉത്തരം, മറ്റേ രണ്ടും ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്, അത് ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് സാധാരണഗതിയിൽ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിലുകളും ഇതിന് യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റലിജൻസ് ടെസ്റ്റും അതുപോലെ അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിൽ. സാധാരണ IQ ടെസ്റ്റുകളാണ് ഇതിന് യൂസ് ചെയ്യാം. പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് എന്താണ്, ഇവിടെ എഴുതാം, വിസ്ലർ, ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. അതുപോലെ ഫിൻലാൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ. ഈ ടെസ്റ്റുകളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യും. ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ 4 എന്താണ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് സെഷൻ, എംപ്ലോയ്മെൻറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം ഓർഗനൈസേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രി. ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഇനി കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിങ്ങിലും എന്ത് വരും, പേഴ്സണാലിറ്റി വരും. എംപ്ലോയ്മെൻറ്റ്, ക്ലിനിക്കൽ, കൗൺസിലിംഗ്. പിന്നെ അത് ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിലൊക്കെ എന്ത് വരും, മറ്റ് ന്യൂറോളജിക്കൽ ഡയഗ്നോസിസിലാണെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കൽ വരും. ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ് വരും. ഇങ്ങനെ അങ്ങനെ ഓരോന്ന് വരും. ഇപ്പോൾ ടെസ്റ്റുകൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ച ടെസ്റ്റുകളിൽ ഏതാണ് ഫസ്റ്റ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റ്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഒന്നാണത് ബിഗ് 5 അല്ലെങ്കിൽ നിയോ PI. ഇത് ഡെവലപ്പ് ചെയ്തത്, ആളെ പേര് ഇവിടെ എഴുതാം, പോൾ കാസ്റ്റ.
അതുപോലെ തന്നെ റോബർട്ട് മെക്രേ. പോൾ കാസ്റ്റ, റോബ് മെക്രേ, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ടെസ്റ്റ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ഇത് വന്നത് 1985 ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ വന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അപ്ഡേറ്റഡ് വേർഷൻ 2010 കേട്ടോ വന്നത്. ഇതിൻ്റെ തേർഡ് എഡീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ 2010 വേർഷൻ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. നിയോ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഫുൾ ഫോം ന്യൂറോട്ടിസിസം for extroversion, openness, പേഴ്സണാലിറ്റി ഇൻവെൻട്രി. PI എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഇൻവെൻട്രി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇതിൽ എന്താണ് 5 ട്രൈറ്റ്സ്, 5 ട്രൈറ്റുകൾ ഇതിൽ വിശകലനം ചെയ്യുന്നുണ്ട്. 5 ട്രൈറ്റുകൾ. ഈ 5 ട്രൈറ്റുകൾ നമുക്ക് കാണാതെ പഠിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് മുമ്പ് നമ്മൾ പറയുന്നു, ഓഷ്യൻ, OCEAN എന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ്, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. രണ്ടാമത് C ആണ്, കോൺസൈറ്റിയസ്നെസ്. കോൺസൈറ്റിയസ്നെസ് എന്ന് പറയുന്നത്. E for extraversion. A for agreeableness. അടുത്തതാണ് N for neuroticism. ഈ 4 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാം. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കാദമിക് റിസർച്ചിൽ, കോർപ്പറേറ്റ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൽ, അങ്ങനെ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലാണ് സാധാരണഗതിയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എണ്ണം പഠിച്ചു. ഇനി അടുത്തത് നോക്കാം. MBTI. രണ്ടാമത്തത് NBTI. ഇതും എന്താണ്, ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടൂൾ തന്നെയാണ്. പേഴ്സണാലിറ്റി ഒന്ന് ബിഗ് 5, 2 MBTI. ഇത് കാതറീൻ കുക്ക് ബ്രിങ്സ് ആൻഡ് അവരുടെ ഡോട്ടർ ആയിട്ടുള്ള ഇസാബേൽ ബ്രിക്സ്
മേസ്, ഇവർ കൂടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഈ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ എഴുതാം. കാതറീൻ കൂക്ക് റിക്സ്, അവരെ ഡോട്ടറായിട്ടുള്ള ഇസാബൽ ബ്രിക്ക് മേയർസ്. ഈ തിയറി ഇവർ ഈ MBTIയുടെ ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട തിയറി ഡെവലപ്പ് ചെയ്ത് കാൾ ജങ്ങിൻ്റെ സൈക്കോളജിക്കൽ ടൈപ്പ് എന്നാണ് തിയറി ഡെവലപ്പ് ചെയ്തത് കേട്ടോ. ആ തിയറി ഡെവലപ്പ് ചെയ്തത് കാൾ ജങ് ആണ്. അതായത് കാൾ ജങ്ങിൻ്റെ തിയറി എന്നാണ് ഇവരെന്ത് ചെയ്ത് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത്. അതുകൂടെ നോക്കാം. പിന്നെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ഫുൾ ഫോം വരുന്നത് മീയർസ് ബ്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊരു തരത്തിലുള്ള സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യനെയർ ആണ്. അതായത് ഇതിൽ ഈ ക്ലയൻറ്റിനോട് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറയുന്ന ഒരു കൂട്ടം ക്വസ്റ്റ്യനെയർ ആണ് ഉണ്ടാവുക. ഇതിൽ പേഴ്സണാലിറ്റി ടൈപ്പ്, സ്ട്രെങ്ത്, പ്രിഫറൻസ്, ഇങ്ങനെ 4 കാറ്റഗറികളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇത് ഡിവൈഡ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് 4 സ്കെയിലുകളാണുള്ളത്. ഓക്കെ, ഒന്ന് ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ, സെൻസിങ് പ്ലസ് ഇൻഡ്യൂഷൻ, തിങ്കിങ് വേഴ്സസ് ഫീലിംഗ്, ജഡ്ജിങ് വേഴ്സസ് പെർസീവിങ്. അങ്ങനെ ഓരോ സ്കെയിലുകളാണ്. 4 സ്കെയിലുകളാണുള്ളത്. 4 സ്കെയിൽ. അതിൽ ഒന്നാണെന്ത് എക്സ്ട്രോവേർഷൻ, വേഴ്സസ് ഇൻട്രോവേർഷൻ. അതുപോലെ സെൻസിങ് വേഴ്സസ് ഇൻഡ്യൂഷൻ. ഇതിൻ്റെ വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടെസ്റ്റുകളും ഇൻഡെപ്ത് ആയിട്ട് നോക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ വിശാലമായിട്ട് ഇനിയും ഒരുപാട് പഠിക്കുകയാണ്. നമ്മൾ നോട്ട് ക്ലാസ് എടുത്ത സമയത്ത് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. ഒന്നുകൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഗൂഗിൾ ചെയ്താലും മതി. ഓക്കെ, പിന്നെ അടുത്തത് തിങ്കിങ് വേഴ്സസ് ഫീലിംഗ്. അതുപോലെ ജഡ്ജിങ് വേഴ്സസ് പെർസീവിങ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലാളികളെ സെലക്ട് ചെയ്യുന്നത് വേണ്ടി കോർപ്പറേറ്റ് സെറ്റിലും ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് MBTI ടെസ്റ്റും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ടെസ്റ്റ് നമുക്ക് നോക്കാം. ഹോഗൻ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി. ഹോഗൻ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ഡെവലപ്പ് ചെയ്തത് റോബർട്ട് ഹോഗൻ ആണ്. ഡോക്ടർ റോബർട്ട് ഹോഗൻ.
അതുപോലെ തന്നെ ഡോക്ടർ ജോയ്സ് ഹോഗൻ. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ഫോം, ഇത് ഷോർട്ട് ഫോം HPI എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. HPI, ഹോഗൻസ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇത് സാധാരണഗതിയിൽ നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. സാധാരണ അഡ്ജസ്റ്റ്മെൻറ്റ്, അംബീഷന്, സോഷ്യബിലിറ്റി, ഇൻ്റർപേഴ്സണൽ സെൻസിറ്റിവിറ്റി, പ്രുഡൻസ്, ഇങ്ങനെ ലേണിംഗ് അപ്രോച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് മേഖലയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൽ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റ്, ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ അംബീഷൻ, അയാൾ അംബീഷൻസ് എന്തൊക്കെയാണ്, സോഷ്യബിൾ ആണോ, ഇൻ്റർപേഴ്സണൽ സെൻസിറ്റിവിറ്റി, ലേണിംഗ് അപ്രോച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ ടെസ്റ്റ് ചെയ്യും, ഈ ഹോഗൻസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ രണ്ടാമത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലിനിക്കൽ പേഴ്സണാലിറ്റിയിൽ ഡിസ്കസ് ചെയ്തല്ല, MMPTIയും MCMIയും നമുക്ക് നോക്കാം. അതുപോലെ പ്രൊജക്റ്റീവ് ടെക്നിക്സും ഉണ്ട് അല്ലേ. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ MMPTI, നാലാമത്തെ പറയുന്നത് MMPTI എന്ന് പറഞ്ഞാൽ മിനിസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് സ്റ്റാർ ഹാത്തവേ ആണ്. ഡെവലപ്ഡ് ബൈ സ്റ്റാർ ഹാത്തവേ. അതുപോലെ തന്നെ ഷാൻലി മെക്കിൻലി. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. 1943 ഡെവലപ്പ് ചെയ്തു ഫസ്റ്റ് വേർഷൻ. പിന്നെ അത് 89 എന്ത് ചെയ്തു, വീണ്ടും പുതുക്കിയിട്ട് പുതിയ വേർഷൻ ഡെവലപ്പ് ചെയ്തു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണ്. ഏകദേശം ഇതിൽ 567 ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആളുകളെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുക. അടുത്തതാണെന്ത് MCMI. MCMI 4. MCMI എന്ന് പറഞ്ഞാൽ മില്ലൻ ക്ലിനിക്കൽ എഴുതാം, മില്ലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി. ഇത് ഡെവലപ്പ് ചെയ്തത് 1977 ഓക്കെ. സാധാരണ ഇത് നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റി എന്താണ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ,
ഇതിൽ ഏകദേശം 195 ക്വസ്റ്റ്യനെയറുകളാണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യനെയർ ആൻസർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഒരാളുടെ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നമ്മൾ രണ്ടാമത്തെ സെഷനിൽ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇവിടെ ന്യൂറോ സൈക്കോളജിക്കൽ എന്താണ് ഡയഗ്നോസിസ്. അതിൽ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വിസ്ലർ മെമ്മറി സ്കെയിൽ നോക്കാം. ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ഇത് തെറ്റുത്തരത്തിൽ നിന്നുള്ള വിശദീകരണമാണ് കേട്ടോ. തെറ്റല്ല, ഉത്തരം തെറ്റല്ല. നമ്മളെ ചോദ്യത്തിൽ ഓപ്ഷൻസ് ശരിയുത്തരങ്ങളും തെറ്റുത്തരങ്ങളും ഉണ്ടല്ലോ. അതിൽ ശരിയുത്തരങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. തെറ്റുത്തരങ്ങളുടെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തിയറികളൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണത് വിസ്ലർ മെമ്മറി സ്കെയിൽ, WMS. ഇത് 1945 എന്ത് ചെയ്തത് ഈ ടെസ്റ്റ് വന്നത്. പിന്നെ ഇത് 2009 എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ബിസ്ലർ എന്ന് പറഞ്ഞ ആളാണ്. ഡേവിഡ് ബിസ്ലർ. ഇത് എന്താണ്, മെമ്മറി ഫങ്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ എന്താണ് ന്യൂറോളജിക്കൽ മെമ്മറി, പലതരത്തിലുള്ള മെമ്മറീസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിഷ്വൽ മെമ്മറി, ഓഡിറ്ററി മെമ്മറി, വർക്കിംഗ് മെമ്മറി, ഇങ്ങനെയുള്ള മെമ്മറി ഫങ്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അടുത്ത ടെസ്റ്റാണ് HRB. രണ്ടാമത്തത് HRB, ഹാൽസ്റ്റീഡ് റൈറ്റൻ ബാറ്ററി. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് ഹാൽസ്റ്റീഡാണ്. വാർഡ് പേരാട്ടോ, വാർഡ് ഹാൽസ്റ്റീഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് റാൽഫ് റൈറ്റൻ. ഇവർ രണ്ടുപേരും കൂടെ 1940 ഇത് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം 1950 എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുക ബ്രെയിൻ ഇഞ്ചറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓഡിറ്ററി പ്രോസസ്സിങ്, മോട്ടോർ സ്പീഡ്, അറ്റൻഷൻ, ലാംഗ്വേജ്, അബ്സ്ട്രാക്ട് റീസണിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. ഡെവലപ്മെൻറ്റൽ ആൻഡ് ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്. നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞില്ലേ 4 സ്കെയിലിൽ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ്, അതിൽ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് പറഞ്ഞിരുന്നു. അത് നമുക്ക് നോക്കാം. ഇതിൽ വേറെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാ ടെസ്റ്റുകളും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഓരോ ടെസ്റ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ഡെവലപ്മെൻറ്റൽ ഇൻ്റലിജൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഡെവലപ്മെൻറ്റൽ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് WISC. ഫുൾ ഫോം വരുന്നത് വിസ്ലർ ഇൻ്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ.
അത് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് വിസ്ലറാണ്. ആയിരത്തി 1949 ആണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. ഇതിൽ IQ ടെസ്റ്റുകളൊക്കെയാണ്: വെർബൽ കോംപ്രഹെൻഷൻ, വിഷ്വൽ സ്പേഷ്യൽ ഫ്ലൂയിഡ് റീസണിങ്, വർക്കിംഗ് മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് വിൻലാൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിൽ. വിൻലാൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിൽ. ഇത് ഡെവലപ്പ് ചെയ്തത് ഈഗർ ഡോൾ. ഈഡ്ഗർ ഡോൾ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്തത് സാറ എസ് സ്പാലോ എന്ന് പറഞ്ഞ ലേഡിയാണ്. ഓക്കെ, ഇവർ ഡെവലപ്പ് ചെയ്ത് ഈഡ്ഗർ ഡോളാണ്. ഇതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു. 1900 വിൻലാൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ സ്കെയിലാണ്. 1935 എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത്. സാധാരണഗതിയിൽ ഇതൊക്കെ ഓരോ തരത്തിലുള്ള IQ ടെസ്റ്റുകളാണ്. ഇതിൽ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ, ഡെയിലി ലിവിങ് സ്കിൽസ്, സോഷ്യലൈസേഷൻ, മോട്ടോർ സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെന്ത് ചെയ്തിട്ടുള്ളത്, അനലൈസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടെസ്റ്റ്, വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺ. ഓക്കെ, DSM-5 ഡയഗ്നോസ്റ്റിക് criteria for developmental milestone. Developmental milestone. ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണ്. APA, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തത് DSM-5 പബ്ലിഷ് ചെയ്ത് 2013 അത് 2022 എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഒഫീഷ്യൽ ബുക്കാണ്. അതായത് പ്രധാനപ്പെട്ട ഡിസോർഡറുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ബുക്സാണ്. ഇതിൽ ഓരോ ഡിസോർഡറിനും പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസും വിശദീകരണങ്ങളും എല്ലാം വരുന്നുണ്ട്. DSM-ഉം ICD-യെ കുറിച്ചും നമുക്ക് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകൾ വിശദമായിട്ട് പറയാം. അത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. ഒരു ദിവസം ഫുള്ള് പറയാൻ ഉള്ള ടോപ്പിക്കാണത്. അപ്പോൾ ഇത്രയാണ്, ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി പറ്റുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ശരിക്ക് വൈകുന്നേരം ക്ലാസ് സെറ്റ് ചെയ്തിട്ടില്ല, ടൈം ടേബിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കൊരു ക്ലാസ് വൈകുന്നേരം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് പറഞ്ഞോളൂ. കേട്ടില്ലല്ലോ. 2013 DSM-5 വന്നത്. റിവൈസ് ചെയ്തത് 2023. റിവിഷൻ അത് നമുക്ക് വിശദമായിട്ട് പറയണം. ഓക്കെ,
നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. ഓക്കെ, ICD-DSM ഇത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇതെന്താണെന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഇതെന്താണത് ഈ സാധനം പറയുന്നത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതെന്നാ റിലീസ് ചെയ്തത്, ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. നമുക്ക് കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങൾ തുടർന്നുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കുറേ ടെസ്റ്റുകളാണ് കേട്ടോ. ഈ ടെസ്റ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ടെസ്റ്റെങ്കിലും വരാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പല ടെസ്റ്റുകളും അതിൻ്റെ ഉദ്ദേശമൊക്കെ ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യം പോലെ വരാറുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്തായാലും ഒരു ടെസ്റ്റിനെ കുറിച്ച്, അസസ്മെൻറ്റ് ടൂളിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഏതാണ്, ഏത് ടെസ്റ്റ്? വെസ്ലറിൻ്റെ മെമ്മറി സ്കെയിലോ? എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയൊന്നുമല്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ കണ്ടീഷൻസ്, അതെങ്ങനെയാണ് സ്കെയിൽ മെഷർ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരാനുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ ടെസ്റ്റുകളും ഒന്ന് ഞാൻ അതിൻ്റെ PDF ഈ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഒന്ന് എന്ത് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരണമല്ല. ഇതിലൊരുപാട് ടെസ്റ്റുകളുണ്ട്. അതിന് ഓരോന്നിനും ഓരോ സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്, ഓരോ ടെസ്റ്റ് ടൂളുകളുണ്ട്, ക്വസ്റ്റ്യനെയറുകളുണ്ട്. ഈ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് എങ്ങനെ അസസ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ ഡേറ്റ് 29 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 22 സമയമുണ്ട്. 22 സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, നമുക്ക് 29 വരെ ഉണ്ട്. നമുക്ക് പരമാവധി എന്ത് ചെയ്യാം, പ്രാവശ്യം ഫോക്കസ് ചെയ്യാം, നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.